വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായാലും നമ്മൾ ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും. ഒരു യൂസർ ഇങ്ങനെ ഒരു ഇൻപുട്ട് തരികയാണെങ്കിൽ ഈ രീതിയിൽ വർക്ക് ചെയ്യണം, ഇനി അതല്ലെങ്കിൽ വേറെ രീതിയിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. അതൊരു ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോഡിൽ ചെയ്തിരിക്കണം. യൂസേഴ്സിന് അവർ ഏജ് എൻ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത ഏജ് എന്ന് പറയുന്നത് 18നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ പറയുന്നത് ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് എലിജിബിൾ അല്ല, 18 വയസ്സായതിനു ശേഷം വന്ന് വീണ്ടും അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് യൂസേഴ്സിനെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എറർ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 18 വയസ്സാവാത്ത ആൾക്ക് പോലും നമ്മളെ സോഫ്റ്റ്വെയർ വഴി ലൈസൻസ് എടുക്കാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ടാവും. അത് ആളുകൾ ദുരുപയോഗം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. ഈഫ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈഫ് ആണെങ്കിൽ എന്താണെങ്കിൽ ആ കണ്ടീഷനിലേക്ക് പാസ് ചെയ്യാൻ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പാരാന്തസിസ് ഇട്ടിട്ട് അതിനുള്ളിൽ നമ്മൾ കണ്ടീഷൻസ് പാസ് ചെയ്യും. സപ്പോസ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് ലെറ്റ് ഏജ് എന്ന് പറയുന്നത് 22 ആണെന്ന് വിചാരിക്കും. ഏജ് 22 നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്താണ്. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്താണ്. ഇങ്ങനെ നമ്മൾ ഡാറ്റ സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഹാർഡ് കോഡ് ചെയ്യാന്ന് പറയുന്നത്. ഡൈനാമിക് അല്ല, യൂസർ എൻ്റർ ചെയ്താണെന്ന് വിചാരിക്കുക. അത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് റീഡ് ചെയ്തെടുക്കുക എന്നുള്ളതും പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 22 എന്ന് പറയുന്ന ഏജ് ആണ് യൂസറെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈഫ് ആണെങ്കിൽ എന്താണെങ്കിൽ ഏജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതൊരു കണ്ടീഷൻ ആണ്. നമ്മളെ കണ്ടീഷൻ എന്നിട്ട് സ്പേസ് ടു 18, അതായത് ഏജ് എന്ന് പറയുന്നത് 18നേക്കാൾ വലുതോ 18ഓ ആണെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ സ്പേസ് ഇട്ടിട്ട് കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടീഷൻ ഉണ്ടാവുക. 18നേക്കാൾ വലുതോ 18ഓ ആണെങ്കിൽ നമ്മൾ പറയും അലേർട്ട് യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്. ഇനി അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആ ഈഫിന്റെ കേർലി ബ്രേസ് ക്ലോസ് ചെയ്തതിനു ശേഷം എൽസ് അല്ലെങ്കിൽ ഇംഗ്ലീഷില് നമ്മള് എൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ. അപ്പൊ അല്ലെങ്കിൽ എന്നിട്ട് നമ്മളെ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ പറയും അലേർട്ട് പറയും. നമ്മൾ പറഞ്ഞ യു ആർ നോട്ട് എലിജിബിൾ അറ്റ് ദിസ് ഏജ്. ഇവിടെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മെസ്സേജസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം യൂസറിന്. യു ആർ നോട്ട് എലിജിബിൾ എന്ന് മാത്രം കാണിക്കരുത്, അല്ലെങ്കിൽ എന്താണ് സം എറർ ഒക്കേർഡ് അങ്ങനെയൊന്നും കാണിക്കരുത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എറർ പറഞ്ഞു കൊടുക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ പറയുന്നത് യു ആർ നോട്ട് എലിജിബിൾ അറ്റ് ദിസ് ഏജ്. അപ്പോൾ യൂസറിന് മനസ്സിലാവും ഓക്കെ എൻ്റെ ഏജ് ആണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാം, നമുക്ക് അലേർട്ടിൽ പറയാം 18 വയസ്സായവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയും പറയാം. അപ്പോൾ ഈഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ഈഫ് എന്ന് പറയുന്ന കീവേഡ് ഇട്ടു, ഇതൊരു കീവേഡ് ആണ്, പിന്നെ പാരാന്തസിസ് ഇട്ടു, അതിവിടെ സ്പേസ് ഇടാം, സ്പേസ് ഇടുന്നതാണ് നല്ലത്. സ്പേസ് ഇട്ടിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ ഒരു പാരാന്തസിസിനുള്ളിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ള അവിടെയാണ് ഇട്ടു. ഏജ് എന്ന് പറയുന്ന വേരിയബിൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, പിന്നെ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് ആ ഒരു ട്രൂ ആവുന്ന സമയത്ത് ഇതൊരു ട്രൂ ആവുക. ഏജ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 18 ആകുമ്പോൾ അത് ട്രൂ എന്നാണ് അതിന്റെ മീനിങ് വരിക, അതിന്റെ അർത്ഥം വരിക. അതായത് നമുക്കിതൊരു വേരിയബിളിലേക്ക് ഇട്ട് നോക്കാം. നമ്മളിത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് റിസൾട്ട് ഈക്വൽ ടു ഏജ് ഗ്രേറ്റർ ദാൻ, ബാക്കിയുള്ള കോഡ് ഞാൻ കമന്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് അതെന്താണ് വരിക എന്നുള്ള ലോഗ് ചെയ്ത സമയത്ത് ട്രൂ എന്നാണ് വന്നിട്ടുള്ളത്. ട്രൂ, യെസ് കറക്റ്റ് ആണ്, യെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ചെയ്യുന്ന സമയത്ത് അരിതമാറ്റിക് ഓപ്പറേഷൻസിൽ നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ ഒരു എക്സ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് അതായത് കാൽക്കുലേഷന്റെ കമ്പാരിസൺ എന്ന് പറയും. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. നേരത്തെ നമ്മൾ ഇവിടെ വേരിയബിൾ ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ ഈക്വൽ ടു ഉപയോഗിച്ചില്ല, ഇതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇവിടെ ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. അതായത് കമ്പയർ ചെയ്യണം, ഏജ് എന്ന് പറഞ്ഞ വാല്യൂവിനെ വേരിയബിളിനെ ഈ വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. രണ്ട് വേരിയബിൾ ആയിട്ട് കമ്പയർ ചെയ്യാം, രണ്ട് വാല്യൂ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാം. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലും ഒരു രണ്ട് വേരിയബിൾസോ അല്ലെങ്കിൽ ഡാറ്റയോ ഉണ്ടാവും. അപ്പോൾ അതിനെ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇത് സക്സസ് ആവുകയാണെങ്കിൽ അത് ട്രൂ ആയിരിക്കും, ഫെയിൽ ആവുകയാണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ റിസൾട്ട് ട്രൂ എന്ന് വന്നു. അപ്പോൾ ഞാനിവിടെ 17 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 17 എന്ന് പറഞ്ഞു കൊടുത്ത് ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഫോൾസ് ആയിട്ട് വന്നു. അപ്പോൾ 18നേക്കാൾ വലുതോ 18ഓ അല്ല, ഇനി 18 എന്ന് കൊടുക്കുകയാണ്. 18 എന്ന് പറഞ്ഞു കൊടുത്താൽ അതും ട്രൂ ആണ്, കാരണം ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണ് വന്നിട്ടുള്ളത്. ഇനി ഒന്നുകിൽ ആ ഒരു വേരിയബിൾ ഉണ്ടല്ലോ, റിസൾട്ട് എന്ന് പറഞ്ഞ
വേരിയബിൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. റിസൾട്ട് അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, അലേർട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളതൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് വീണ്ടും ഒരു ലോക്കർ എടുക്കേണ്ട ആവശ്യമില്ല മെമ്മറിയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വേരിയബിൾ ചെറിയ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ ഇഫ് കണ്ടീഷന്റെ ഉള്ളിലുണ്ടാവുന്ന ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഒരു വേരിയബിളിലേക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 17 ആവുന്ന സമയത്ത് അലേർട്ട് മാറിയിട്ടുണ്ട്, യു ആർ നോട്ട് എലിജിബിൾ. അപ്പോൾ ഇതാണ് ഈഫ് എൽസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഈഫ് കണ്ടീഷൻസും എൽസ് കണ്ടീഷൻ ഉണ്ട്. അതായത് 17 ആണെങ്കിൽ എന്ത് പറയണം, 18 ആണെങ്കിൽ എന്ത് പറയണം, 18 കൂടുതലാണെങ്കിൽ എന്ത് പറയണം, ഇങ്ങനെയുള്ളത്. വേറൊരു കണ്ടീഷൻ നമുക്ക് ചെയ്യാം. യൂസറിനോട് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതിലുള്ള കളറാണ് പറയുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണല്ലേ, ഓക്കെ ദെൻ യുവർ എങ്ങനെയാണ് എന്നുള്ള പറഞ്ഞു കൊടുക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു എൽസ് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ ചോദിക്കുകയാണ്, കളർ എന്താണല്ലോ ചോദിക്കുകയാണ്. അപ്പോൾ കളർ യൂസർ പറഞ്ഞ കളർ തൽക്കാലം നമ്മളിവിടെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം, ഓറഞ്ച് എന്നാണ് പറഞ്ഞത്. അപ്പം ഇഫ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, കളർ ഡബിൾ ഈക്വൽ ടു, നമ്മൾ നേരത്തെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മൾ ചെക്ക് ചെയ്ത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഈക്വൽ ആണോ, പറഞ്ഞ കളർ നമ്മൾ ഉദ്ദേശിച്ച കളർ ഈക്വൽ ആണോ ചെക്ക് ചെയ്യുന്നതിന് ഡബിൾ ഈക്വൽ ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. ട്രിപ്പിൾ ഈക്വൽ ടു എന്നാവുന്ന സമയത്ത് ഡാറ്റന്റെ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം ട്രിപ്പിൾ ഈക്വൽ ടു പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡാറ്റ ടൈപ്പിന്റെ എറേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കളർ ട്രിപ്പിൾ ഈക്വൽ ടു ഓറഞ്ച് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓറഞ്ച് ആണെങ്കിൽ എന്താണ് പറയേണ്ടത്, കൺസോൾ ഡോട്ട് ലോഗ് യു ലൈക്ക് ടു ഈറ്റ് ഓറഞ്ച്. നിങ്ങൾക്ക് ഓറഞ്ച് കളർ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് ഓറഞ്ച് തിന്നാൻ ഇഷ്ടമായിരിക്കാം എന്നുള്ള പറയാണ്. ഇനി എൽസ് നമുക്ക് വേറെ കളേഴ്സ് ഉണ്ടെന്നായിരിക്കും. അപ്പൊ എൽസ് ഈഫ് അതല്ല, മറിച്ച് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം, കളർ ഈക്വൽ ടു യെല്ലോ ആണ് കൊടുത്തെങ്കിൽ നമ്മൾ പറയാണ് യു ലൈക്ക് ടു ഈറ്റ് ബനാന. നിങ്ങൾക്ക് യെല്ലോ കളറാണ് ഇഷ്ടമെങ്കിൽ ബനാന എന്ന് പറയും. ഇനിയും എൽസ് ഈഫ്, അങ്ങനെ എത്ര എൽസ് ഈഫ് കണ്ടീഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഒരു എൽസ് കണ്ടീഷൻ, അതൊന്നും അല്ല നമ്മൾ പറഞ്ഞ നമുക്ക് നമ്മളെ കയ്യിലുള്ള കളേഴ്സ് ഒന്നും അല്ല ഇഷ്ടമുള്ളത്, ബ്രൗൺ ആണ് ഇഷ്ടമുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ബ്രൗൺ നമ്മളെ കളേഴ്സിന്റെ ലിസ്റ്റിലൊന്നും ഇല്ല എന്നാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് വേറെ എന്തെങ്കിലും യു ഡോണ്ട് ലൈക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞോളൂ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിവിടെ എന്റെ സ്ട്രിങ് ഞാനിവിടെ സിംഗിൾ കോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്ത്, വീണ്ടും ഞാൻ ഡോണ്ടിന്റെ അവിടെ ഞാനൊരു മുകളിൽ ഇങ്ങനെ ഒരു സിംഗിൾ കോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഡോണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കണ്ടീഷൻ ഇത് കോഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒന്നായിട്ട് കൺസെപ്റ്റിലേക്കാണ് വരിക. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഉള്ളിൽ നമ്മൾ സിംഗിൾ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അതിന്റെ ഉള്ളിൽ വീണ്ടും സിംഗിൾ കോട്ട് ഇടണം, അല്ലെങ്കിൽ ഡബിൾ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഉള്ളിൽ വീണ്ടും ഡബിൾ കോട്ട് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ // ഉപയോഗിക്കാം. // ഇട്ട് കഴിഞ്ഞാൽ ആ // വരില്ല, പക്ഷെ അത് എസ്കേപ്പ് ചെയ്യും, അത് കറക്റ്റ് വർക്ക് ആവും. അപ്പോൾ അത് എന്റെ ബ്രൗസർ ഞാൻ പ്രെറ്റിയർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സ്ട്രിങ് കാര്യങ്ങളൊക്കെ ഡബിൾ കോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കളർ നമ്മൾ ഓറഞ്ച് ആണ് പറഞ്ഞത്, അപ്പോൾ യു ലൈക്ക് ടു ഈറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞു, നമുക്ക് കളർ മാറ്റിയിട്ട് നമുക്ക് ഗ്രീൻ എന്ന് പറഞ്ഞുള്ളത്. അപ്പം ബ്രൗസറിൽ യു ഡോണ്ട് ലൈക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു വന്നു. ഇനി നമ്മൾ യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്ത സമയത്ത് യു ലൈക്ക് ടു ഈറ്റ് ബനാന എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഈഫ് എൽസ് ഒക്കെ കൊടുക്കുന്നത്. ഇനി സ്പേസ് ഒക്കെ ഇടുന്നത് ശ്രദ്ധിക്കുക, എൽസ് സ്പേസ് ഈഫ് സ്പേസ് ഇങ്ങനെ പാരാന്തസിന് മുമ്പ് സ്പേസ് ഇടുക. ഓരോ ഓപ്പറേഷൻസും ചെയ്യുന്ന സമയത്ത് അതിന്റെ മുമ്പും ശേഷം ഒക്കെ സ്പേസ് ഇടണം. അതേപോലെ ഓരോ കേളി ബ്രേസ് അതിന്റെ ഉള്ളിലാണ് കോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കോഡാണ്, ഡൈനാമിക് ആയിട്ട് യൂസേഴ്സിന്റെ അടുത്തുനിന്ന് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു ഓപ്പറേഷൻസ് നമുക്ക് ബ്രൗസറിന് യൂസറിന്റെ ഇൻപുട്ടിനനുസരിച്ച് മാനേജ് ചെയ്യണം.